ചാനൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞത് ഒരു മനോഹരമായ ഗാനമായിരുന്നു. അടുത്തതായി ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് ശ്രീഹരിയാണ്. ഫോക്ക് ബേസ് സോങ് റൗണ്ടുമായി എത്തുന്നു ശ്രീഹരി. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫോർ ശ്രീഹരി. ഹായ് ശ്രീഹരി. ഹലോ. സെമി ഫൈനൽ സ്റ്റേജിലെ സെക്കൻഡ് പെർഫോമൻസ് അല്ലേ? ഓക്കെ, ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ പാടിപ്പറന്ന കിളിയൻ സോങ് ആണ് പാടുന്നത്. നല്ല ആഹോ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പാടുക, അടിച്ചു വിളിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. போனதடி நல்லரிக்கும் சோலையொன்னு நல்லரிச்சு போனதடி சொல்லெடுத்து வந்த கிளி நெஞ்செடுத்து போனதடி நல்லரிக்கும் சோலையொன்னு நல்லரிச்சு போனதடி கல்லில் அடிச்சாத காயம் காயம் சொல்லில் அடிச்சாத ஆறாது பஞ்சு வெடிச்ச பாடி பறந்த கிளி பாதம் மறந்ததடி பூ
ശ്രീഹരി ഫോക്ക് ബേസ് സോങ് റൗണ്ടിൽ നല്ലൊരു പെർഫോമൻസ് തന്നെ ശ്രീഹരി ഞങ്ങൾക്ക് തന്നു. നന്നായിരുന്നു ശ്രീഹരി. ഇനി നമുക്ക് ശ്രീഹരിന്റെ ഈ പെർഫോമൻസിന്റെ കമന്റ്സ് അറിയാം. അനുവേട്ടാ. ശ്രീഹരി ചേട്ടാ, കിഴക്ക് വാസൽ എന്ന സിനിമയ്ക്ക് വേണ്ടി SPB സർ പാടിയ പാട്ട് ഇളയരാജ സാറുടെ മ്യൂസിക്കിൽ കാർത്തിക് എന്ന നടൻ അഭിനയിച്ച് അനശ്വരമാക്കിയ ഒരു ഗാനരംഗമാണ്. എക്സലന്റ് ആയിട്ട് പാടി പോന്നെ ശ്രീഹരി. അൺഡൗട്ടഡ്ലി ഇറ്റ് വാസ് എ ഗ്രേറ്റ് സിംഗിങ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഓപ്പണിംഗ് ഇൻട്രോ ആലാപ് തന്നെ ഭയങ്കര ചലഞ്ചിങ് ആണ്. ഈ പാട്ടിന്റെ ഏറ്റവും ടഫ് പോർഷൻ തന്നെ ആലാപ് പാടുകയാണ്. അത് മോൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ആൻഡ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം മോന്റെ ഫീൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ പാട്ടിൽ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോൻ കൺവേ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇറ്റ് വാസ് എ വെരി എന്താ പറയാ വെരി ക്ലോസ് ടു ദ ഒറിജിനൽ ട്രാക്ക്. 2 സ്ഥലങ്ങൾ മാത്രം ശരിയാക്കിയാൽ മതി. അതായത് മോന്റെ പതിവ് ഒരു എക്സ്ട്രാ സംഗതി വരുന്ന അത് വരുന്ന സ്ഥലത്താണ്. ഭയ്യ ഒന്ന് പാടി പറந்த കിളി പാദമറந்தതടി പൂമാനെ. ആ പൂമാനെ ശ്രദ്ധിച്ച അവസാനം ശരിയാക്കാൻ ഇന്നലത്തേന് ശേഷം ഓക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി മോൻ അതൊന്ന് ഒരു റിഫൈൻമെന്റ് കൂടി വരുത്തിയാൽ പെർഫെക്റ്റ് ആവും. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ ഓൾമോസ്റ്റ് അതിന്റെ ഒത്തയടി പാതയില നിത്തം ഒരു ഗാനമടി അന്ത വഴി പോകയില കാത് 2-3 അടി അതൊക്കെ അസലായിട്ട് പാടി മാറി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ശരിക്ക് ആ ഫീൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കൺവേ ചെയ്തു. ഇവിടെ കണ്ണുമൊഴിച്ചാത് വാറാത് അതിലും ഒരു ചെറിയ എക്സ്ട്രാ സംഗതി വന്നു. ഇത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇറ്റ് വാസ് വെരി ക്ലോസ് ടു ദ ഒറിജിനൽ. ഓൾ ദി ബെസ്റ്റ് മാനെ. ഗോഡ് ബ്ലെസ് യു. പക്ഷേ അനൂപ് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഇച്ചിരി ചീത്ത കേട്ടാലും ഭയങ്കര വ്യത്യാസം വന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പറഞ്ഞാ മതി എല്ലാ പാട്ടിനും ചീത്ത പറയാം. വേണ്ട, ഇരിക്കട്ടെ കുറച്ച് ചീത്ത വേണ. എന്ത് വ്യത്യാസം വന്നു? അതായത് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് മോനിൽ കണ്ടതിൽ ഒത്തിരി സന്തോഷം. മറ്റേ ഒരു രണ്ട് ഇവിടെ വരുന്നതിന് മുമ്പത്തെ ശ്രീഹരി ആയിരുന്നെങ്കിൽ ഇപ്പൊ ഈ പാട്ട് കൊടുത്തിരുന്നെങ്കിൽ ഫസ്റ്റത്തെ ഈ സംഭവത്തില് കഴിഞ്ഞു. പിന്നെ ഈ പാട്ടൊക്കെ അങ്ങ് ഒരു മനസ്സിൽ തട്ടാതെ പാടുള്ളൂ. പക്ഷെ ഇപ്പൊ മോന് ആ ഒരു കാർത്തിക് കരഞ്ഞുകൊണ്ടാണ് ഈ ഇത് കൊട്ടിക്കൊണ്ട് ശരിക്കും ഖുഷ്ബു അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാർത്തിക് കരഞ്ഞുകൊണ്ട് പാടുന്ന ഒരു പാട്ടാണിത്. ആ വിഷ്വല് നമുക്ക് കാണാൻ പറ്റി. മോൻ വളരെ സ്വീറ്റ് ആയിട്ട് ഒരു അതിന്റെ ഫീൽ ഉൾക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ പാട്ടിന് മോൻ എന്തൊക്കെ തലകുത്തി ഇരുന്ന് പാടിയാലും ഇപ്പൊ ചിലപ്പോൾ ശ്രുതി ചേർത്ത് നന്നായി പാടി, അല്ലെങ്കിൽ അതിന്റെ സംഗതികളെല്ലാം വളരെ കറക്റ്റ് ആയിട്ട് പാടി. പക്ഷെ ഈ പാട്ടിന് മോൻ യാതൊരു ഫീലും കൊടുത്തില്ലെങ്കിൽ ഇത് കേൾക്കുന്ന നമുക്കൊന്നും തോന്നത്തില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? നന്നായിട്ട് പാടി. ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയണം, ആദ്യം പാടിയ ഹമ്മിങ്. അതുകൊണ്ട് തന്നെ പലരും ഈ പാട്ട് പാടാനൊന്നും മടിക്കും. പക്ഷെ അവിടെ തൊട്ട് അത് ഭംഗിയായിട്ട് തന്നെ പാടി. തുടക്കത്തിലെ ഹമ്മിങ്, പിന്നെ അങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഓൾമോസ്റ്റ് അതിന്റെ ഒറിജിനൽ വേർഷൻ ആയിട്ട് തന്നെ ഭയങ്കര രസമായിട്ട് തന്നെ പാടി കേട്ടാ. ഓക്കെ, താങ്ക് യു ശ്രീഹരി. നന്നായിട്ട് പാടി കേട്ടോ. കൂടുതലൊന്നും വ്യക്തമായിട്ട് പറയാനില്ല, എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. ചെറിയ ചെറിയ ഇത് മാത്രമേ ഉള്ളൂ. അതും പെർഫെക്റ്റ്, എനിക്ക് തോന്നുന്നു പെർഫെക്റ്റ് കീരവാണി രാഗത്തിൽ കമ്പോസ് ചെയ്തൊരു, വേറെ ഒരു അന്യസ്വരം വരാതെ ചെയ്തൊരു ഫോക്ക് ടച്ചിൽ ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പാടി മോൻ. അത് ആകെ യാര് എന്ന് പറയുന്നൊരു വരിയില്ലേ, ആ നോട്ട് ഹിറ്റ് ആവാത്ത പോലെ ഒന്ന് പാടും. ആ നോട്ടിലെത്താം. ആ അത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത ചില നോട്ടുകൾ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പാടി മോൻ കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു വിജേട്ടാ. ശ്രീഹരി, ഇനി നമുക്ക് മാർക്സ് അറിയാം. അനൂപേട്ടാ, I'll start with you on 30. മോനെ 28.5 out of 30. Style, attitude and performance was very good. 3.75 out of 4. Thank you അനൂപേട്ടാ. റിം ചേച്ചി 28.25. എക്സ്പ്രഷന് 2.75. താങ്ക് യു റിം ചേച്ചി. വിജേട്ടാ
ശ്രീഹരി 28 out on 30. ഫീലിന് 2.75. താങ്ക് യു വിജേട്ടാ. ശ്രീഹരി, that make your total score 94 on 100. നല്ല സ്കോർ ആണല്ലോ ശ്രീഹരി. ആദ്യം താങ്ക്സ് അനുവേട്ടൻ. ആ മറ്റേ മൂക്കിന്റെ സാധനം എപ്പോഴും കയറി വരുമായിരുന്നു. ഇന്നലെയാണ് മെയിൻ ആയിട്ട് ശരിയാക്കി എല്ലാം മാറ്റാൻ ശ്രമിച്ചു അല്ലേ? ഓക്കെ, അപ്പം കീപ് ഇംപ്രൂവിംഗ്. അടുത്ത സ്റ്റേജിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നല്ല പെർഫോമൻസ് ആയിരുന്നു, ചെറിയ ചില പാകപ്പിഴകൾ ഒഴിച്ചാൽ. ഞങ്ങൾക്ക് ഒന്നും കൂടെ കേൾക്കാൻ ഒരു കൊതി തോന്നി. അതിന്റെ അർത്ഥം എന്താ? നന്നാകാത്തോണ്ടാണോ? നന്നായോണ്ടാ.